ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി പോട്ട്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓയിൽ വേണം. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് വേണം. അത് ഞാനിവിടെ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വെജിറ്റബിൾ ബിരിയാണിയെ ചൂടായ പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണയിലേക്ക് ഒരു ബേ ലീഫ്, കറുവാപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം, 2 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ സ്റ്റാർ അനൈസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഹോൾ സ്പൈസസ് ഒക്കെ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റാമേ. നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റോളം നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്ന 1 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് ഇത് കുക്കാവട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം അരി പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും വെള്ളം വറ്റുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
നാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോകാതെ നല്ല പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കിയത്. ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.